മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രം അവശേഷിച്ചിരിക്കെ വീണ്ടും ട്വിസ്റ്റുകളുമായിട്ടാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. NDA സഖ്യത്തിൽ നിന്നും അജിത് പവാർ പുറത്തേക്ക് പോകുന്നു. അവിടെ BJP കൂടുതൽ പിടിമുറുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. BJPയുടെ സ്ഥാനാർത്ഥി അതായത് ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണത്തിനായിരിക്കും BJP മുൻതൂക്കം നൽകുക. നേരത്തെ തന്നെ BJP 288 അംഗ നിയമസഭയിൽ 150-ൽ പരം സീറ്റുകളിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അജിത് പവാർ പോകുന്നതോടുകൂടി ആ അജിത് പവാറിനായി നീക്കിവെച്ചിരുന്ന സീറ്റുകളിൽ കൂടി BJP മത്സരിക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കി മുൻപോട്ട് പോയാൽ അത് പാർട്ടി അണികൾക്കിടയിൽ അതായത് BJP അണികൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുമെന്നും വലിയ ആവേശത്തോടെ അണികൾ പ്രവർത്തിക്കുമെന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് RSS. എന്നാൽ BJP പരസ്യമായി പറയുന്നത് ഏക്നാഥ് ഷിൻഡെ തന്നെ വരും തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാലും ഏക്നാഥ് ഷിൻഡെ തന്നെ മുഖ്യമന്ത്രിയായി മുൻപോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ സഖ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഏക്നാഥ് ഷിൻഡെയും BJPയും മാത്രമാണ് ഇപ്പോൾ NDA സഖ്യത്തിലെ പ്രധാന കക്ഷി എന്ന് പറയാം. അജിത് പവാറിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങളൊന്നും തന്നെ ആയിട്ടില്ല. ഏതായാലും ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കുറഞ്ഞ പക്ഷം പാർട്ടി അണികൾക്കിടയിലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ദേവേന്ദ്ര ഫട്നാവിസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് തേടുക എന്നുള്ളതാണ് BJPയുടെ നീക്കം. ഏതായാലും BJP വളരെ കാലമായി ആഗ്രഹിക്കുന്നത് BJPയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം മഹാരാഷ്ട്രയിൽ വരണമെന്നാണ്. അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.